ഹായ് ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പലരും പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ മടി കാരണം അവർക്ക് എങ്ങും എത്താൻ കഴിഞ്ഞില്ല, എങ്ങും എത്താതെ പോകുന്നു എന്നൊക്കെ. ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്ന ആ രീതി നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കണം. അതൊരിക്കലും നല്ലതിനല്ല. ശേഷം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കാര്യം ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് എടുക്കുന്ന പ്രശ്നമല്ല. പിന്നെ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയും. അപ്പോൾ പ്രശ്നം എവിടെയാണ്? നമ്മുടെ ബ്രെയിനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ സുഷുപ്തിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തെങ്കിലും കട്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബ്രെയിനിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യുമ്പോഴും ബ്രെയിൻ ഈ ഒരു സ്വഭാവം കാണിക്കും. എന്നാൽ എന്തെങ്കിലും കളികളോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി നിറഞ്ഞ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ബ്രെയിനിന് നല്ല എനർജിയാണ് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പാടവരമ്പത്തൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേനൽ സമയത്തൊക്കെ നമ്മൾ വെയിലിനെയും ചൂടിനെയും ഒന്നും വകവയ്ക്കാതെ നമ്മൾ പാടവരമ്പത്തേക്ക് പോകും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും. അപ്പോൾ ആ ചൂടിനെയും വെയിലിനെയും ഒന്നും നമ്മൾ വകവയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബ്രെയിനിന് അതാണ് ഇഷ്ടം. എന്നാൽ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ നമുക്കതൊരു ബാലികാറാമലയാണ്. മണിക്കൂറുകളോളം ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ നമ്മൾ പാടവരമ്പത്ത് ഭക്ഷണം പോലും കഴിക്കാതെ ജലപാനം ചെയ്യാതെ നമ്മൾ കളിക്കും. പക്ഷേ പഠിക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രെയിനിനെ പുതിയൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അത് ബ്രെയിനിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ ആദ്യമേ തന്നെ 1 മണിക്കൂർ ഞാനങ്ങ് പഠിച്ചു കളയും. അതല്ലെങ്കിൽ എന്നും 8 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ ഇന്നും നാളെ മുതൽ 5 മണിക്ക് എഴുന്നേൽക്കും. ഇങ്ങനെയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് കുറേശ്ശെ കാര്യങ്ങൾ ചെയ്യുക. അതായത് 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ അത് 7:30 കൊണ്ടുവരിക. അയാളുടെ അലാറം 7:30 സെറ്റ് ചെയ്യുക. 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകൾ ഉണ്ടോ എന്നൊക്കെ സംശയമാണ്. അതിനൊക്കെ മുൻപേ ആളുകൾ എഴുന്നേൽക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്ലാനോട് കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇന്ന് 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും എന്ന് കടുത്ത തീരുമാനമെടുക്കാതെ, ആവേശത്തിന് പുറത്ത് നമുക്കത് പറയുമ്പോൾ 1 മണിക്കൂറൊക്കെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ കാര്യത്തോട് എടുക്കുമ്പോഴത്തേക്കും അതൊരു ബാലികാറാമലയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. ഓരോ ദിവസവും ഞാൻ 10 മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ എല്ലാ ദിവസവും 10 മിനിറ്റ് നമ്മളത് ചെയ്യുമ്പോൾ ബ്രെയിൻ അത് ഏറ്റെടുക്കും. പിന്നെ ബ്രെയിൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകും. ബ്രെയിൻ നമ്മളോട് തന്നെ പറയാതെ പറയും, എന്താ സമയമായില്ലേ, മെഡിറ്റേഷൻ ചെയ്യാൻ സമയമായല്ലോ. ഈ ഒരു രീതിയിൽ ഒരു ഇൻഡ്യൂഷൻ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതും കുളിക്കുന്നതും ഡ്രസ് അയൺ ചെയ്യുന്നതും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജന്മനാ കിട്ടിയ കഴിവൊന്നുമല്ല. നമുക്ക് നമ്മുടെ പേരൻസ്, നമ്മുടെ വീട്ടുകാർ പറഞ്ഞു തന്ന് അത് നമ്മുടെ ശീലമായി തീർന്നതാണ്. ഇതുപോലെ ശീലങ്ങളാക്കി മാറ്റുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും നമുക്ക് കഴിയണം. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് ശീലമാക്കി മാറ്റുവാനും ആ ശീലമായി മാറുന്നത് സന്തോഷത്തോടു കൂടി ചെയ്യുവാനും നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഈ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ടു ഡു ലിസ്റ്റ് നിങ്ങൾ തലേന്ന് തന്നെ ക്രമീകരിച്ച് വയ്ക്കുക. നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ എടുക്കുക. അതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് അത് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും അടുത്ത ലക്ഷ്യമെടുത്തതിന് ശേഷം അന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണുള്ളത്. അത് ഒഫീഷ്യലി ആകാം, നിങ്ങളുടെ കരിയർ സംബന്ധിച്ചിട്ടുള്ളതാകാം, ഇനി ഫാമിലിയിലുള്ള കാര്യങ്ങളാകാം, എന്തുമാകാം. അപ്പോൾ അതിൽ ഓരോന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ വളരെ ചെറുതായി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങുമ്പോൾ പതുക്കെ ബ്രെയിൻ അത് ഏറ്റെടുക്കും. അതോടുകൂടി അത് നിങ്ങളുടെ ശീലമായി തീരും. ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിർത്താൻ കഴിയില്ല.
നമ്മൾ പണ്ട് മുതലേ പല്ല് തേച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായതുകൊണ്ടാണ്. പല്ല് തേച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചും ഒരു ബോധമുണ്ടായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഓരോ ശീലത്തെയും നമുക്ക് മാറ്റിയെടുക്കുവാനും അല്ലെങ്കിൽ പുതിയ ശീലത്തെ നമുക്ക് നേടിയെടുക്കുവാനും കഴിയുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ പല്ല് തേക്കുന്നതോ കുളിക്കുന്നതോ ഒക്കെ പറയുന്നത് വളരെ ലളിതമായിട്ട് പറയുന്നത് കൂട്ടിയാൽ മതി. അപ്പോൾ എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരിക്കലും നിങ്ങളെ ഇനി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കത് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഒരു ആഗ്രഹമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനാണ് പ്രശ്നം. അപ്പോൾ സുഖകരമായിട്ടിരിക്കുന്ന ബ്രെയിനിന് പുതിയൊരു ജോലി കൊടുക്കുക. പുതിയൊരു ജോലി കൊടുക്കുമ്പോൾ അത് വലിയൊരു ബാലികാറാമലയായിട്ട് കൊടുക്കരുത്. പതുക്കെ പതുക്കെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ചെറുതായിട്ട് തുടങ്ങി വയ്ക്കുക. അത് നിങ്ങളുടെ ശീലമായിക്കൊള്ളും. ആ ശീലം നിങ്ങളെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.